കംബോഡിയയിലെ അങ്കോർ വാട്ട് എന്ന ലോകാത്ഭുതമായ ക്ഷേത്രത്തിനകത്ത് നിൽക്കുകയാണ് ഞാൻ. അവിടുത്തെ ഹോൾ ഓഫ് 1000 ഗോഡ്സ് എന്ന വലിയൊരു ഭാഗമാണിത്. 4 നടുമുറ്റങ്ങളോട് കൂടിയ വമ്പനൊരു കെട്ടിട കോംപ്ലക്സ്. ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗമെല്ലാം കണ്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ഭാഗത്തേക്കെത്തുന്നത്. വലിയ കുളം പോലുള്ള 4 മുറ്റങ്ങൾ, അതിനു ചുറ്റുമായി കോറിഡോറുകൾ, അത് ചെന്നെത്തുന്ന വലിയ ഹാളുകൾ. ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്ര കോംപ്ലക്സിനകത്താണ് ഞാൻ നിൽക്കുന്നത്. സിയം റീപ്പ് എന്ന നഗരത്തിന് സമീപമുള്ള അങ്കോർ വാട്ടിൽ ധാരാളം ടൂറിസ്റ്റുകൾ. ഹിന്ദു ക്ഷേത്രമായാണ് നിർമ്മിച്ചതെങ്കിലും ഇതിനകത്ത് കാണുന്നതിൽ ഭൂരിഭാഗവും ബുദ്ധവിഗ്രഹങ്ങളാണ്. പല ഇടനാഴികളിലും ശ്രീകോവിലുകളിലുമെല്ലാമുണ്ട് ബുദ്ധവിഗ്രഹങ്ങൾ. രാജശാസനകൾ പോലുള്ള നിരവധി എഴുത്തുകൾ പലയിടത്തായി കൊത്തിവെച്ചിട്ടുണ്ട് ഹോൾ ഓഫ് 1000 ഗോഡ്സിൽ. ഹോൾ ഓഫ് 1000 ഗോഡ്സ് കഴിയുന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്കാണ് എത്തുന്നത്. എത്ര ഫോട്ടോ എടുത്തിട്ടും മതിവരാത്ത സഞ്ചാരികൾ. ഞാൻ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുകൂടിയാണ് കയറി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഓരോ ഹാളും ഇടനാഴിയും കടന്നു പോകുന്നത് മുൻഭാഗത്തേക്കാണ്. ഹോൾ ഓഫ് 1000 ഗോഡ്സ് കഴിയുന്നതോടുകൂടി ഏറ്റവും മുന്നിലേക്ക് എത്തുകയായി. ക്ഷേത്രം കഴിഞ്ഞു എന്നർത്ഥം. ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമൊക്കെയുള്ള തളങ്ങളും മണ്ഡപങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ. വളരെ വിശാലമാണ് മുൻഭാഗത്തെ മുറ്റം. ആ മുറ്റം കഴിഞ്ഞ് വലിയൊരു പടിപ്പുരയുണ്ട്. പടിപ്പുരയും കഴിഞ്ഞ് പിന്നെയും കുറേ ഭാഗം അങ്കോർ വാട്ടിൽ ഉൾപ്പെടുന്നതായുണ്ട്. അതിവിസ്തൃതമാണ്. കംബോഡിയൻ സ്ത്രീകളും ബുദ്ധഭിക്ഷുക്കളുമൊക്കെ ഇറങ്ങി വരുന്നു. ഇതാണ് കംബോഡിയൻ സ്ത്രീകളുടെ സാധാരണ വസ്ത്രം. ലുങ്കി പോലുള്ള ഒരു തുണിയാണ് അവർ ഉടുക്കുന്നത്. ഫ്രിൽ വെച്ച് കൈയും കഴുത്തും തുന്നിയ മേൽവസ്ത്രം. ചിലർ ഒരു ഷോളും ധരിച്ചിരിക്കും. ഈ സ്ത്രീകളൊക്കെ കംബോഡിയൻ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചാണ് ക്ഷേത്രം കാണാൻ വന്നിരിക്കുന്നത്. കംബോഡിയക്കാർ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. വിധേയത്വത്തോളം എത്തുന്ന ഭവ്യതയാണ് ഇവർക്ക്. നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയും തൊഴുകയും ചെയ്യും. മുൻപരിചയമില്ലാത്ത ആളാണെങ്കിലും അടുത്തെത്തുമ്പോൾ അവർ വണങ്ങുന്നു. ഇവരെല്ലാം ഒരു സംഘത്തിലുള്ളവരാണ്. യൂണിഫോം പോലെ മിക്കവരും ഒരേ തരം വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഒന്നിച്ച് ടൂറിസ്റ്റുകളായി വന്നതോ ഏതോ ഒരു സ്ഥാപനത്തിൽ ഉള്ളവരോ ആയിരിക്കണം. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്തതിനാൽ അധികം വർത്തമാനം പറയാൻ പറ്റില്ല. സ്ത്രീകൾ മാത്രമല്ല, ഒരു വൃദ്ധനുമുണ്ട് കൂട്ടത്തിൽ. വളരെ ഭവ്യതയും ബഹുമാനവുമുള്ള മനുഷ്യർ. ഇവരൊക്കെ എത്ര ത്യാഗവും വേദനയും അനുഭവിച്ചവരാണെന്ന് ഞാൻ ഓർക്കുകയാണ്. പോൾപോട്ടിന്റെ ഭരണകാലത്ത് ഇവരുടെയൊക്കെ എത്രയോ ബന്ധുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. വളരെ ദുരിതപൂർണമായ കാലത്തിലൂടെയാണ് ഇവരെല്ലാം കടന്നു വന്നിരിക്കുന്നത്. ഇവൾ പുതുതലമുറയുടെ പ്രതിനിധിയാണ്. തന്റെ നാട് കടന്നുവന്ന ഭീകരമായ ഒരു കാലത്തെക്കുറിച്ചൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. 12-13 വയസ്സേ ഉള്ളൂ. ഇതാണോ നിങ്ങളുടെ ട്രഡീഷണൽ വസ്ത്രമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതെ എന്ന് അവൾ പറഞ്ഞു. റീസ എന്നാണ് ഇവളുടെ പേര്. ഇംഗ്ലീഷ് അറിയാം. സംസാരിക്കാൻ മടിയുമില്ല. ഏതാനും ബുദ്ധസന്യാസിമാർ ഇവിടെയുണ്ട്. മറ്റേതോ നാട്ടിൽ നിന്നും എത്തിയവരാകാം. ക്ഷേത്രത്തിന്റെ ടെറസ് ഓഫ് ഓണർ എന്ന ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. ക്ഷേത്രമന്ദിരത്തിൽ നിന്നും മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു കൽത്തറയാണ് ടെറസ് ഓഫ് ഓണർ. ഖമർ സാമ്രാജ്യകാലത്ത് രാജകീയമായ പല ചടങ്ങുകളും നടന്നിരുന്നു ഇവിടെ. ടെറസ് ഓഫ് ഓണറിൽ നിൽക്കുമ്പോൾ 2 ഭാഗത്തായി 2 കുളങ്ങൾ കാണാം. വലതുവശത്തേത് നോർത്ത് റിഫ്ലക്റ്റിംഗ് പൂളും ഇടതുവശത്തേത് സൗത്ത് റിഫ്ലക്റ്റിംഗ് പൂളുമാണ്. 2 കുളങ്ങൾക്കും ഇടയ്ക്ക് കല്ല് വിരിച്ച നടവഴി. അത് അങ്ങേയറ്റത്തുള്ള പടിപ്പുര വരെ നീണ്ടുപോകുന്നു. ആ കാണുന്നതാണ് പടിപ്പുര. അവിടെ മുതലാണ് ക്ഷേത്രം തുടങ്ങുന്നത്. പടിപ്പുര കടന്നാൽ ഉടനെ 2 വശത്തും ഒരേപോലുള്ള ഓരോ കെട്ടിടങ്ങൾ കാണാം. അത് രണ്ടും ലൈബ്രറി കെട്ടിടങ്ങളാണ്. നടുക്കുള്ള കൽവഴിയിലൂടെ ആളുകൾ നടന്നുവന്ന് ക്ഷേത്രത്തിലേക്ക് കയറുന്നു. കിഴക്ക് നിന്നാണ് ആളുകൾ രാവിലെ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് കയറുന്നത്. കുറച്ചുകൂടി പഴയ രീതിയിലുള്ള ട്രഡീഷണൽ വസ്ത്രം ധരിച്ചവരും ഇവിടെയുണ്ട്. പണ്ട് ഇങ്ങനെയായിരുന്നു. ബ്ലൗസ് ഇല്ലാത്ത കാലത്തെ വസ്ത്രധാരണം. ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു.
നമ്മുടെ പ്രതിമകളിലൊക്കെ ബ്ലൗസ് ഇട്ട ദേവീദേവന്മാരെ കാണുമെങ്കിലും അതൊക്കെ കലാകാരന്മാരുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണ്. ഞാൻ ആ കൽവഴിയിലൂടെ മുന്നോട്ട് നടന്നു. കൂറ്റൻ കല്ലുകൾ അടുക്കി പണിതതാണിതെന്ന് നിലത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അതിന്റെ കൈവരി പോലെ ഇരിക്കുന്നത് സർപ്പങ്ങളാണ്. ഒരറ്റത്ത് പത്തി വിരിച്ചു നിൽക്കുന്ന സർപ്പത്തല കാണാം. ഇടതുവശത്ത് കാണുന്നത് സൗത്ത് റിഫ്ലക്റ്റിംഗ് പൂളാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ നേരത്തെ ടെറസ് ഓഫ് ഓണറിൽ നിന്ന് കണ്ട 2 കെട്ടിടങ്ങൾ അടുത്ത് കാണാം. ഇടതുവശത്ത് കാണുന്നത് സദേൺ ലൈബ്രറിയാണ്. ചെറിയ ഒരു കോവിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ലൈബ്രറിയും. ഇത് നോർത്തേൺ ലൈബ്രറിയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടമാണ് ഈ ലൈബ്രറികൾ എന്നാണ് ഗവേഷകരുടെ നിഗമനം. യാഗങ്ങൾക്കും മറ്റും അഗ്നി പകരാനുള്ള ഒരു പവിത്ര ജ്വാല കെടാവിളക്കായി ഈ ലൈബ്രറികളിലൊന്നിൽ സൂക്ഷിച്ചിരുന്നുവെന്നും വിശ്വാസമുണ്ട്. അങ്കോർ വാറ്റ് ക്ഷേത്രം മാത്രമായിരുന്നില്ല. ഇത് നിർമ്മിച്ച സൂര്യവർമ്മൻ രണ്ടാമന്റെ ഭരണ കാര്യാലയങ്ങളും സൈനിക കേന്ദ്രവും ഈ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു. സൂര്യവർമ്മൻ രണ്ടാമനെയും രാജകുടുംബത്തിലെ ചില പ്രമുഖരെയും സംസ്കരിച്ചതും ഈ ക്ഷേത്ര കോംപ്ലക്സിലായിരുന്നത്രേ. മൃതദേഹം ദഹിപ്പിക്കുന്ന രീതിയാണ് അന്ന് നിലനിന്നിരുന്നത് എന്നതിനാൽ ആ സംസ്കാര സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ടില്ല. ഞാൻ നടന്ന് പടിപ്പുരയിലേക്കെത്തി. അങ്കോർ വാറ്റിന്റെ മെയിൻ എൻട്രൻസിലേക്ക്. ഇതും വലിയൊരു കെട്ടിടം തന്നെ. അനേകം കൽത്തൂണുകളോട് കൂടിയ ഒരു നിർമ്മിതി. അതിനകത്തുകൂടി കയറി പുറത്തേക്കിറങ്ങണം. എവിടെയും സന്ദർശകരുടെ തിരക്ക് തന്നെ. മെയിൻ എൻട്രൻസിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ എത്തുന്നത് ഒരു കോസ്വേയിലേക്കാണ്. ഉയരം കുറഞ്ഞ പാലം. വലിയൊരു കിടങ്ങാണ് മുന്നിൽ കാണുന്നത്. 200 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമുള്ള ക്ഷേത്രത്തെ ചുറ്റിക്കിടക്കുന്ന കിടങ്ങ്. വലിയൊരു നദി പോലെയുണ്ടത്. അതിവിസ്തൃതമായ കിടങ്ങ്. അതിനു കുറുകെ ഒരു പാലമുണ്ട്, കൽപ്പാലം. മുൻഭാഗത്തെ പടിപ്പുര തന്നെ വലിയൊരു കെട്ടിടമാണ്. 235 മീറ്ററാണ് അതിന്റെ വരാന്തയുടെ നീളം. അവിടെ നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള കാഴ്ച ഇതാണ്. കിടങ്ങിനിപ്പുറം വിശാലമായ ഒരു ഒഴിഞ്ഞ ഭാഗമുണ്ട്. അത് കഴിഞ്ഞാണ് പടിപ്പുര. ഞാൻ കോസ്വേയിലൂടെ പുറത്തേക്ക് നടന്നു. കിടങ്ങ് വലിയൊരു ജലാശയമാണ്. അതിലേക്കുള്ള കൽപ്പടവുകൾ. അതിന് പിന്നിൽ പടിപ്പുര. അതിൻ്റെയും പിന്നിലാണ് പ്രധാന ക്ഷേത്രം. ഇവിടെ നിന്നാൽ ക്ഷേത്രം കാണാനാവില്ല. ഞാൻ കോസ്വേയിലൂടെ നടത്തം തുടർന്നു. എന്റെ സംഘത്തിലെ ആരെയും ഇവിടെയൊന്നും കാണുന്നില്ല. ഗൈഡ് കൂടെയുള്ളതുകൊണ്ട് അവർ വഴിതെറ്റിപ്പോകില്ല. ബസ് പാർക്കിങ്ങിലേക്ക് എത്താൻ നേരെ മുന്നിലേക്ക് നടന്നാൽ മതിയെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. കോസ്വേ അവസാനിക്കുന്നിടത്ത് കുറെ കെട്ടിടങ്ങളുണ്ട്. സുവനീർ കടകളും റെസ്റ്റോറന്റുകളും ടോയ്ലറ്റ് കോംപ്ലക്സും ഒക്കെയാണ്. ഞങ്ങൾ ബസ്സിൽ കയറി. അടുത്തതായി വനത്തിനകത്ത് മൂടിപ്പോയിരുന്ന പട്ടണം കാണാനാണ് പോകുന്നത്. വലതുവശത്ത് ക്ഷേത്രത്തെ ചുറ്റിയുള്ള കിടങ്ങ് കാണാം. ആ കിടങ്ങിന്റെ മറുകരയിലാണ് ക്ഷേത്രം. മനുഷ്യരുണ്ടാക്കിയ ഒരു നദി തന്നെയാണത്. 16-ാം നൂറ്റാണ്ടിൽ വനത്തിനകത്ത് മൂടിപ്പോയതാണ് ഈ പ്രദേശം. ഖമർ സാമ്രാജ്യ തലസ്ഥാനം നോംപെൻ എന്ന നഗരത്തിലേക്ക് മാറ്റിയതാണ് അതിന്റെ പ്രധാന കാരണം. ഞങ്ങൾ ഇനി പോകുന്നത് അങ്കോർ തോം എന്ന ഒരു നഗരത്തിലേക്കാണ്. കാടിനകത്ത് മൂടിപ്പോയ ഒരു നഗരമാണത്. പഴയ ഒരു രാജനഗരമായിരുന്നു അങ്കോർ തോം. അവിടെയാണ് ബയോൺ ക്ഷേത്രം. അതും കാണണം. ഇടതുവശത്ത് കാണുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഫെസിലിറ്റികളാണ്. റെസ്റ്റോറന്റുകൾ, സുവനീർ കടകൾ എന്നിങ്ങനെ പലതും. അതൊക്കെ പുതിയ കാലത്ത് വന്നതാണ്. ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നതാണ് അങ്കോർ തോം നഗരത്തിന്റെ സിറ്റി ഗേറ്റ്. ആ ഗേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കിടങ്ങുണ്ട്. കിടങ്ങിന് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. വലിയൊരു കൽപ്പാലം. ഈ പാലത്തിന്റെ കൈവരി പാലാഴി കടയുന്ന ഒരു ശില്പമാണ്. വാസുകി എന്ന സർപ്പത്തെ കയറായി ഉപയോഗിച്ച് ദേവകളും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുന്ന ശില്പം. പാലം കടന്നു ചെല്ലുമ്പോൾ നഗരത്തിന്റെ പടിപ്പുര. ആ പടിപ്പുരയിലെ പൊത്തിൽ കൂടി വേണം ബസ് കടന്നു പോകാൻ. അതിലെ ബസ് പോകുമോ എന്ന് സംശയമായി. മുന്നിലൊരു ബസ് കടന്നു പോകുന്നത് കാണുന്നുണ്ട്.
അതല്ലെങ്കിൽ നമ്മുടെ ബസ് അതിലെ കടന്നു പോകുമെന്ന വിശ്വാസം വരില്ല. പണ്ട് കുതിരവണ്ടികളൊക്കെ കടന്നു പോയിരുന്ന പാതയായിരിക്കണം. ഞങ്ങൾ മിനി ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. വലിയ ബസ്സുകൾ ഈ പടിപ്പുരയിലൂടെ കടന്നു പോകില്ല. അങ്കോർവാട്ട് നഗരത്തിൽ ടൂറിസത്തിന് ഉപയോഗിക്കുന്നത് മുഴുവൻ മിനി ബസ്സുകളാണ്. ഞങ്ങൾ പുരാതന അങ്കോർ തോം നഗരത്തിലേക്ക് പ്രവേശിച്ചു. അങ്കോർ തോം എന്ന വാക്കിനർത്ഥം ഗ്രേറ്റ് സിറ്റി എന്നാണ്. ഖമർ സാമ്രാജ്യത്തിന്റെ ഏറ്റവും സമ്പന്നമായ തലസ്ഥാന നഗരമായിരുന്നു അങ്കോർ തോം. ഞങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് അങ്കോർ തോമിലെ ബയോൺ ക്ഷേത്രമാണ്. ഒരു കാലത്ത് 10 ലക്ഷം ആളുകൾ വസിച്ചിരുന്ന നഗരമായിരുന്നു അങ്കോർ തോം. 12-ാം നൂറ്റാണ്ടിൽ ഖമർ രാജാവായ ജയവർമ്മൻ 7-ാമൻ സ്ഥാപിച്ച നഗരമാണത്. ഈ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ അന്ന് ജനവാസ പ്രദേശങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. മരം കൊണ്ടുള്ള കെട്ടിടങ്ങളാണ് അങ്കോർ തോമിൽ ഉണ്ടായിരുന്നത്. ആ കെട്ടിടങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട് ദ്രവിച്ച് നശിച്ചു പോവുകയാണുണ്ടായത്. കല്ലുകൊണ്ട് പണിത ബയോൺ ക്ഷേത്രം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതാണ് നേരെ മുന്നിൽ കാണുന്നത്. അതിനടുത്ത് ബസ്സിറങ്ങി ഞങ്ങൾ നടന്നു. ഷാൻ എന്ന ഞങ്ങളുടെ ഗൈഡ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ബയോൺ ക്ഷേത്രത്തെപ്പറ്റി ഒരു ആമുഖ വിവരണം തന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വലിയൊരു ക്ഷേത്രമായിരുന്നു ഇത്. അങ്കോർ ക്ഷേത്രത്തിന്റെ അത്രയും വരില്ലെങ്കിലും ഖമർ സാമ്രാജ്യത്തിലെ പ്രധാന ബുദ്ധക്ഷേത്രമായിരുന്നു ബയോൺ. കടുത്ത ബുദ്ധമത വിശ്വാസിയായിരുന്നു അങ്കോർ തോം നഗരത്തിന്റെ സ്ഥാപകനും ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ രാജാവുമായ ജയവർമ്മൻ 7-ാമൻ. റാണിയായിരുന്ന ഇന്ദ്രാദേവിയുടെ സ്വാധീനമായിരുന്നു അതിനു പിന്നിൽ. നഗരമധ്യത്തിൽ ബൃഹത്തായ ഒരു ബുദ്ധക്ഷേത്രം വേണമെന്നും അത് ലോകമെങ്ങുമുള്ള ബുദ്ധമത വിശ്വാസികളുടെ അഭിമാനമാകണമെന്നും ജയവർമ്മൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 12-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിലും 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലുമായി ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രം മാത്രമായിരുന്നില്ല ബയോൺ. ജയവർമ്മൻ 7-ാമന്റെ രാജധാനിയും ഇതിൽ തന്നെയായിരുന്നു. രാജ്യത്ത് ബുദ്ധമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ജയവർമ്മന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ പ്രാദേശികമായ വിശ്വാസങ്ങളും ദേവതകളും ഉണ്ടായിരുന്ന ഖമർ ജനതയെ പെട്ടെന്ന് അങ്ങനെ പരിവർത്തനം ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ ഈ ക്ഷേത്രത്തിൽ ധാരാളം പ്രാദേശിക മൂർത്തികളെയും പ്രതിഷ്ഠിച്ചു. വിഷ്ണു വിഗ്രഹവും ശിവലിംഗ പ്രതിഷ്ഠയുമെല്ലാം ഇതിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പല കാലങ്ങളിലായി സ്ഥാപിച്ചതാണെന്ന സംശയവും ഗവേഷകരിൽ നിലനിൽക്കുന്നു. ജയവർമ്മന്റെ മരണശേഷം ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളും അവരവരുടെ ആചാരവിശ്വാസങ്ങൾക്കനുസരിച്ച് ക്ഷേത്രം പുതുക്കിപ്പണിതിട്ടുണ്ട്. ഒരേ സമയം 2 മതങ്ങളുടെയും ആരാധന ഈ ക്ഷേത്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നാൻമുഖനായ ബ്രഹ്മാവിനു വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതെന്നും അതല്ല ത്രിമൂർത്തികളുടെ ക്ഷേത്രമാണെന്നും ഹിന്ദുക്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന ഇടങ്ങളാണെന്നോർക്കണം. അങ്കോർ തോമിന്റെ സുവർണ നാളുകളിൽ ആ പട്ടണത്തിൽ 10 ലക്ഷത്തോളം ആളുകൾ വസിച്ചിരുന്നുവല്ലോ. മതത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ടുതന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ടു പോന്നു. ബയോൺ ക്ഷേത്രത്തിനാകട്ടെ രാജാവിന്റെ സ്വന്തം ക്ഷേത്രമെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഏതോ ഒരു പുരാണ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണെന്ന് തോന്നും ഇവിടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ. ഇന്ത്യൻ വാസ്തുകലയുടെ തുടർച്ചയാണ് ഖമർ വാസ്തുവിദ്യ. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഛായ ഈ നിർമ്മിതിയിലെല്ലാം കാണാം. മുഴുവൻ ശിലകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. നിലവും തറയും മേൽക്കൂരയുമെല്ലാം. ഇത് ക്ഷേത്രത്തിന്റെ നോർത്ത് പോണ്ടാണ്. വടക്കുഭാഗത്തെ കുളം. വടക്കുഭാഗത്തുകൂടി ഇനി ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന എൻട്രൻസ്. പല മുഖങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. എല്ലാ ഗോപുരത്തിലും മുഖങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള 216 മുഖങ്ങൾ ഈ ക്ഷേത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബുദ്ധമത വിശ്വാസപ്രകാരമുള്ള അവലോകിതേശ്വരന്റെയും ബോധിസത്വന്റെയും മുഖങ്ങളാണ് അതെന്ന് ബുദ്ധമതക്കാരും
ത്രിമൂർത്തികളുടെയും ബ്രഹ്മാവിന്റെയും മാത്രം മുഖങ്ങളാണെന്ന് ഹിന്ദുക്കളും ഇന്നും വിശ്വസിക്കുന്നു. ക്ഷേത്ര ചുമരുകളിൽ വലിയ ശില്പവിദ്യകൾ അധികമില്ല. പക്ഷേ ഉള്ളത് പൂർണ്ണതയോടെ കുറെ ഭാഗങ്ങളിലൊക്കെ കാണാം. നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളിലേതുപോലെ ശില്പസമൃദ്ധമല്ല ഇവിടം. പല പല നടുമുറ്റങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിനും. ഇത്തരത്തിലുള്ള മുഖങ്ങളാണ് ഗോപുരങ്ങളിലുള്ളത്. എല്ലാ വശങ്ങളിലേക്കും ഇത്തരം മുഖങ്ങൾ കാണാം. ശിലയുടെ ഒരു മഹാലോകമാണിത്. ചുമരുകളിലും തൂണുകളിലും ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് കൂടുതലുള്ളത്. വനത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു കിടന്ന കാലത്ത് സ്വാഭാവികമായി സംഭവിച്ച നാശം മാത്രമല്ല ഇതിനുണ്ടായിട്ടുള്ളത്. അങ്കോർ വാറ്റിൽ എന്ന പോലെ ഇവിടെയും നിധിവേട്ടക്കാരുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. പല ശ്രീകോവിലുകളും തകർത്ത് കളഞ്ഞത് അവരാണ്. ഞാൻ ബയോൺ ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിലൂടെയൊക്കെ നടന്നു. അകത്തളം ഒരുവിധം പൂർണ്ണതയോടെ നിലനിൽക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ മുട്ടും താങ്ങുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ തകർച്ച ക്ഷേത്രത്തിന്റെ പല ഭാഗത്തിനുമില്ല. ഒരു ഭാഗത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ജയവർമ്മൻ ഏഴാമന്റെ മരണശേഷം ക്ഷേത്രം ഹിന്ദുക്കളുടെ അധീനതയിലായ കാലത്ത് പ്രതിഷ്ഠിച്ചതാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. വീണ്ടും ഉള്ളിലൂടെ നടന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ക്ഷേത്രം ഒരു കൽക്കൂന പോലെയാണ് തോന്നുന്നതെങ്കിലും അകത്ത് നിരവധി മുറികളുണ്ട്. പല മുറികളിലും ബുദ്ധവിഗ്രഹങ്ങൾ കാണാം. ബുദ്ധമത വിശ്വാസികൾ ഇപ്പോഴും വന്ന് ഈ പ്രതിമകളിലൊക്കെ ആരാധന നടത്താറുണ്ട്. അങ്കോർ തോം പട്ടണം ഉപേക്ഷിക്കപ്പെട്ടു കിടന്ന കാലത്ത് വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ബുദ്ധ സന്യാസിമാർ ഇത് കണ്ടെത്തിയിരുന്നു. അവർ ഇവിടുത്തെ ബുദ്ധവിഗ്രഹങ്ങളിൽ ആരാധനയും നടത്തിയിരുന്നു. പലർക്കും ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു പർവ്വതനിരയാണിതെന്ന് തോന്നും. എല്ലാ ഗോപുരത്തിന്റെയും മുകളിൽ മുഖങ്ങളുണ്ട്. ജയവർമ്മൻ ഏഴാമൻ തന്റെ മഹത്വവും ചരിത്രവും തലമുറകളിലേക്ക് പകരാനാണ് ബയോൺ ക്ഷേത്രം പണിതതെന്ന് വിശ്വസിക്കുന്ന ഗവേഷകരുണ്ട്. ക്ഷേത്രത്തിൽ നിർമ്മിച്ചു വെച്ച 200ഓളം വമ്പൻ മുഖശില്പങ്ങൾ അതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ബുദ്ധശിരസാണ് അതെന്നാണ് പറയുന്നതെങ്കിലും എല്ലാറ്റിലും തന്റെ മുഖഛായ ഉണ്ടാവണമെന്ന് രാജാവ് നിർദ്ദേശിച്ചിരുന്നു. ഇതിലൂടെയെല്ലാം രാജാവും ദൈവവും ഒന്നാണെന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ജയവർമ്മൻ. അകത്തെ ഇടനാഴിയിലൂടെയൊക്കെ നടന്ന് എനിക്ക് വഴിതെറ്റി. എന്റെ സംഘത്തിലുള്ള ആരെയും എവിടെയും കാണുന്നില്ല. ഞാനിങ്ങനെ ഊഹം വെച്ച് പുറത്തേക്കുള്ള വാതിൽ നോക്കി പോവുകയാണ്. വടക്കുവശത്തെ ഗേറ്റിൽ കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഗേറ്റിലേക്ക് എത്താനുള്ള വഴി എത്ര നടന്നിട്ടും കണ്ടെത്താനാവുന്നില്ല. അത്ര സങ്കീർണമാണ് ഉള്ളിലെ ഇടനാഴികളും തിരിവുകളും. പല ലെവലുകളിലൂടെ പടവുകൾ കയറിയും ഇറങ്ങിയുമൊക്കെ നടക്കണം. ഒരു കാലത്ത് മനുഷ്യൻ കല്ലുകൊണ്ട് ഇത്രയും ബൃഹത്തായ നിർമ്മിതികൾ ഉണ്ടാക്കാൻ പ്രകടിപ്പിച്ച ഇച്ഛാശക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് റെഡിമിക്സ് കോൺക്രീറ്റിന്റെ കാലത്ത് കെട്ടിടം പണിയാൻ കഷ്ടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ 8 നൂറ്റാണ്ട് മുൻപാണ് ഇങ്ങനെ നിർമ്മിച്ചതെന്ന് ഓർക്കണം. മനുഷ്യർ ഉളികൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ കല്ലുകൾ ഓരോന്നും. എത്രമാത്രം ശിലയാണ് ഈ ഒരു ക്ഷേത്രത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുക. വളരെ ദൂരത്തു നിന്ന് പോലും ടൺ കണക്കിന് പാറകൾ ഇതിന്റെ നിർമ്മാണത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. 12-13 നൂറ്റാണ്ടുകളിലായി 20 മുതൽ 30 വരെ വർഷമെടുത്താണ് ബയോൺ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല. അകത്ത് കയറിയാൽ വലിയൊരു മാന്ത്രിക കോട്ട പോലെയാണ് ഈ ക്ഷേത്രം. ഉള്ളിൽ കടക്കുന്നവർ വഴിതെറ്റിപ്പോകുന്നത്ര ബൃഹത്താണിത്. ക്ഷേത്രത്തിലെ പല ഉൾവഴികളിലൂടെയൊക്കെ ഞാൻ നടന്നു. നടന്നാലും തീരാത്തത്ര ഭാഗങ്ങളുണ്ടിതിന്. എന്റെ സംഘത്തിലുള്ളവർക്ക് ഇവിടെ 40 മിനിറ്റേ സമയം കൊടുത്തിട്ടുള്ളൂ. ഞാനായിട്ട് സമയം തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി പെട്ടെന്ന് പുറത്തേക്കിറങ്ങാൻ നടക്കുകയാണ്. തൂണുകളിൽ കാണുന്ന ശില്പങ്ങളൊന്നും ഇന്ത്യൻ ക്ഷേത്രങ്ങളിലേതുപോലെ അത്ര പൂർണ്ണതയുള്ളതല്ല. റിലീഫ് ശൈലിയിലുള്ള കൊത്തുപണികളാണ്. പുരാണത്തിലെ കഥാസന്ദർഭങ്ങളാണ് ഈ മതിലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ കഥകളും ബുദ്ധന്റെ ജീവിത സന്ദർഭങ്ങളുമെല്ലാം ഈ ക്ഷേത്രത്തിലെ റിലീഫ് വർക്കുകൾക്ക് വിഷയമായിട്ടുണ്ട്. അതിവിപുലമായ ചിത്രമതിലുകൾ. ചമ്പരാജ്യവുമായി ഖമർ സൈന്യം ഏർപ്പെട്ട സമുദ്രയുദ്ധമാണ് ഈ ചിത്രങ്ങളിലെ ഒരു പ്രധാന പ്രതിപാദ്യം.
ഞാൻ നടന്ന് പുറത്തേക്കെത്തി. ഇനി ദിക്ക് കണ്ടുപിടിക്കണം. എവിടെയാണ് വടക്ക് വശത്തെ ഗേറ്റ് എന്ന്. ബയോൺ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് 1.25 നൂറ്റാണ്ട് മുൻപ് ഫ്രഞ്ചുകാർ തുടക്കമിട്ടിരുന്നു. ഇപ്പോൾ ജപ്പാന്റെ സഹകരണത്തോടെയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. സാങ്കേതിക സഹായം നൽകുന്നതാകട്ടെ യുനെസ്കോയാണ്. മൊബൈൽ ഫോണിൽ നോക്കി ദിക്ക് കണ്ടുപിടിച്ചങ്ങനെ നടക്കുകയാണ് ഞാൻ. അങ്ങനെ നടന്ന് പുറത്തേക്കെത്തി. ദൂരെ വാഹനങ്ങൾ കിടക്കുന്നത് കാണാം. ചുറ്റും വനമാണ്. അതിനു നടുവിൽ ബൃഹത്തായ ക്ഷേത്രം. കൃത്യസമയത്ത് തന്നെ ഞാൻ വടക്കുവശത്തെ ഗേറ്റിലെത്തിയിരിക്കുന്നു. ഈ മണ്ഡപത്തിനപ്പുറം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൃത്യസമയത്ത് യാത്ര തുടർന്നു. ഇനി ഭക്ഷണം കഴിക്കണം. റെസ്റ്റോറന്റിലേക്കാണ് ഇനി യാത്ര.